നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷത്തിനിടയിൽ പോലും ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വവും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണങ്ങളിൽ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതായത് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഉന്നതരെ ആദ്യം തീർക്കുക, അതിനുശേഷം അവരെ മാനസികമായി തകർക്കുക. ഇതായിരുന്നു ഇസ്രായേൽ പയറ്റിക്കൊണ്ടിരുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇറാൻ്റെ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറുകളെ ചിതറിച്ച് ഭാവിയിൽ അവർ പടുത്തുയർത്തുന്ന പല ആണവ ശക്തികളെയും നശിപ്പിക്കുക എന്നത് തന്നെയാണ്. ഉപരോധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കൽ എന്നിവയ്ക്കൊപ്പം വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ള ഈ ഒരു ആക്രമണം ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി നശിപ്പിക്കാനോ ഉള്ള ഇസ്രായേലിൻ്റെ ദീർഘകാല ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ഇസ്രായേലിൻ്റെ യുക്തി വളരെ ലളിതമായിരുന്നു. ആയുധ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാമെങ്കിലും ഒരിക്കൽ നഷ്ടപ്പെട്ട മനുഷ്യ മൂലധനം മാറ്റി സ്ഥാപിക്കുക എളുപ്പമല്ല. അതായത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ ശാസ്ത്രജ്ഞനെ ഇറാനിൽ നിന്ന് ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് പകരം ഒരാളെ അവിടെ മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ അവിടേക്ക് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു യുദ്ധതന്ത്രം പയറ്റിയിരുന്നത്. ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിലൂടെ ഇല്ലാതാക്കുന്ന ഇസ്രായേൽ പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും വളരെ സെൻസിറ്റീവായിട്ടുള്ള ദേശീയ സുരക്ഷാ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ഉന്നത ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുള്ള സമാനമായ കൊലപാതക പരിപാടി ഇപ്പോൾ യു എസിലും നടക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സെൻസിറ്റീവായിട്ടുള്ള എയ്റോസ്പേസ് ആണവ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട 11 US ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ പലരെയും അപ്രതീക്ഷിതമാവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള വളരെ നടുക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരുടെ തിരോധാനം ഇപ്പോൾ ഒരു ഉന്നത മൾട്ടി ഏജൻസിയുടെ അന്വേഷണത്തിന്റെ വിഷയമാണ്. FBI, ഹൗസ് ഓവർസൈറ്റ് ആൻഡ് ഗവൺമെന്റ് റീഫോം കമ്മിറ്റി, ഊർജ വകുപ്പ്, നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഫെഡറൽ ഗവൺമെന്റും വൈറ്റ് ഹൗസും പോലും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 11 ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളും അല്ലെങ്കിൽ തിരോധാനങ്ങളും വ്യക്തിഗത അന്വേഷണങ്ങൾക്ക് വിധേയമായിരുന്നുവെങ്കിലും വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശപ്രകാരം FBI ഇപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ US ഏറ്റവും പ്രധാനപ്പെട്ട ഈ തലച്ചോറുകളെ തന്ത്രപരമായി ഇല്ലാതാക്കി ഏറ്റവും സെൻസിറ്റീവായ ദേശീയ സുരക്ഷാ പദ്ധതികളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ FBIയോട് വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമീപ വർഷങ്ങളിൽ കാണാതാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത സെൻസിറ്റീവ് US പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട നിരവധി ശാസ്ത്രജ്ഞർ, ഗവേഷകർ, ഉദ്യോഗസ്ഥർ എന്നിവരെ കുറിച്ചുള്ള വൈറ്റ് ഹൗസ് യോഗത്തിൽ പങ്കെടുത്തതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് യാദൃശ്ചികമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അടുത്ത 1.5 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കത് അറിയാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ 11 പേരുടെയും കൊലപാതകമോ അല്ലെങ്കിൽ തിരോധാനമോ ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ബന്ധപ്പെട്ട ഏജൻസികളുമായും FBIയുടെ പിന്തുണയോടെയും വിശാലമായിട്ടുള്ള അവലോകനം നടക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസ് പിന്നീട് സ്ഥിരീകരിച്ചു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലീവിറ്റും അന്വേഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പൊതുവായ ഒരു സാധ്യതകൾ തിരിച്ചറിയാൻ ഭരണകൂടം FBIയുമായും ഊർജ വകുപ്പുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലീവിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഞെട്ടലുണ്ടാക്കിയ കേസുകളെ കുറിച്ചുള്ള സമീപകാലവും നിയമാനുസൃതവുമായ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ വൈറ്റ് ഹൗസ് എല്ലാ പ്രസക്ത ഏജൻസികളുമായും FBIയുമായും സജീവമായി പ്രവർത്തിക്കുന്നുവെന്നും ലിവിറ്റ് പറഞ്ഞു. അതേസമയം US ആണവ അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണ പദ്ധതികളുമായി ബന്ധമുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ മരണങ്ങളും തിരോധാനങ്ങളും കമ്മിറ്റി അന്വേഷിക്കുമെന്നും ഹൗസ് ഓവർസൈറ്റ് ആൻഡ് ഗവൺമെന്റ് റീഫോം കമ്മിറ്റി ചെയർമാനായ ജെയിംസ് കോമറും ഏപ്രിൽ 19 പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. ഇതൊരു ദേശീയ സുരക്ഷാ ആശങ്കയാണ്.
എന്തെങ്കിലും അശുഭകരമായ കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു. പെന്റഗൺ, FBI, ഊർജ്ജ വകുപ്പ്, നാസ എന്നിവയിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് കമ്മിറ്റി വിശദീകരണം തേടുമെന്നും കോമർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസുകളെല്ലാം ഒരൊറ്റ വലിയ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കുന്നതിന് FBI-യുടെ പക്കൽ നിലവിൽ ഒരു പൊതു തെളിവില്ല എന്നതാണ്. ഇപ്പോഴത്തെ നിലയിൽ പൊതുവായ ഒരേ ഒരു ഘടകം ഈ ആളുകളെല്ലാം വളരെ ഉയർന്ന സുരക്ഷാ അനുമതികൾ നേടിയിരുന്നു എന്നും ബഹിരാകാശ ഗവേഷണം, സംയോജനം, ദേശീയ ലബോറട്ടറികൾ, നൂതന വസ്തുക്കൾ, എയ്റോസ്പേസ് അല്ലെങ്കിൽ പ്രതിരോധം എന്നിവയുൾപ്പെടെ വളരെ സെൻസിറ്റീവ് ദേശീയ സുരക്ഷാ ഗവേഷണ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മാത്രമാണ്. എന്നിരുന്നാലും കേസുകൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ FBI-യോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് വൈറ്റ് ഹൗസ്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള വസ്തുത ദേശീയ സുരക്ഷാ പദ്ധതികളിൽ പലപ്പോഴും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സമൂഹത്തിൽ ഇത് പരിഭ്രാന്തിയും ഭയവും പടർത്താൻ പര്യാപ്തമാണ്. പക്ഷെ പലപ്പോഴും രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് നൽകുന്ന വളരെ വിപുലമായിട്ടുള്ള വ്യക്തിഗത സുരക്ഷാ പരിരക്ഷയുടെ അഭാവം ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രസിഡന്റ് ട്രംപും FBI-യും ഊർജ്ജ വകുപ്പും സ്ഥിരീകരിച്ചത് ഇത് ഇനിയൊരു ഗൂഢാലോചന സിദ്ധാന്തമോ മാധ്യമ സെൻസേഷണലിസമോ അല്ലെന്നും കേസുകൾ വാസ്തവത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുന്ന മതിയായ സാഹചര്യ ഘടകങ്ങൾ ഉണ്ടെന്നുമാണ്. വിഷയം രാഷ്ട്രപതി തലത്തിൽ വരെ എത്തിയിരിക്കുന്നു. അപ്രത്യക്ഷരായ 11 ആണവ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കാം. അപ്രത്യക്ഷരായ 11 ശാസ്ത്രജ്ഞരിൽ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ നിന്നുള്ള ഉന്നത സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള 4 പ്രമുഖ ഗവേഷകരും ഉൾപ്പെടുന്നുണ്ട്. പസ്ഡൈനയിലെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലും എറോജെറ്റ് റോക്കറ്റ് ഡൈനിലും ജോലി ചെയ്തിരുന്ന എയ്റോസ്പേസ് എഞ്ചിനീയറും മെറ്റീരിയൽ പ്രൊസസ്സറുമായ മോണിക്ക ജസീൻഡോ റസയെ 2025 ജൂൺ മുതൽ കാണാതായി. ഏഞ്ചൽസ് നാഷണൽ ഫോറസ്റ്റിലെ മൗണ്ട് വാട്ടർമാനടുത്ത് ഒരു സുഹൃത്തിനൊപ്പം ഹൈക്കിംഗ് നടത്തുന്നതിനിടെ അവൾ അപ്രത്യക്ഷയായി. അവളുടെ കൂട്ടുകാരി പറയുന്നതനുസരിച്ച് അവസാനമായിട്ട് അവർ കാണുമ്പോൾ ഏകദേശം 30 അടി അകലെയായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശി താൻ സുഖമായിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. പക്ഷേ നിമിഷങ്ങൾക്ക് ശേഷം സുഹൃത്ത് വീണ്ടും തിരിഞ്ഞപ്പോൾ അവൾ അപ്രത്യക്ഷയായി എന്നുള്ളതാണ്. മറ്റൊരാൾ നാസയുമായി സഹകരിക്കുന്ന കോൾടെക്കിൻ്റെ ഇൻഫ്രാറെഡ് പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് സെന്ററിലെ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ 67-കാരനായ കാൾ ഗ്രിൽമെയർ ഈ വർഷം ഫെബ്രുവരിയിൽ ആന്റലോപ്പ് വാലിയിലെ ലെനോയിലുള്ള തൻ്റെ വീട്ടിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. JPL-ൽ 24 വർഷമായി പരിചയസമ്പന്നനായ ഗവേഷണ ശാസ്ത്രജ്ഞനായിരുന്നു മൈക്കിൾ ഡേവിഡ് ഹിഗ്സ്. 2023 59-ാം വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണകാലം ഒരിക്കലും പരസ്യമാക്കിയിരുന്നില്ല. JPL-ലെ പ്രിൻസിപ്പൽ ഗവേഷകനായ 61 വയസ്സുള്ള ഫ്രാങ്ക് മൈവാൾഡ് 2024 ജൂലൈ ലോസ് ഏഞ്ചൽസിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണകാലം ഒരിക്കലും പരസ്യമാക്കിയിരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സോട്ടിക് സയൻസിലെ ആൻറ്റി ഗ്രാവിറ്റി, എക്സോട്ടിക് ഫിസിക്സ് എന്നിവയിൽ ജോലി ചെയ്തിരുന്ന ആമി എസ്ക്രിഡ്ജ് 2022 ജൂൺ 11 അലബാമയിലെ ഹണ്ട്സ്വില്ലിൽ വെച്ച് അന്തരിച്ചു. മരണത്തിന് മുമ്പ് റെക്കോർഡ് ചെയ്ത അഭിമുഖങ്ങളിലും പോഡ്കാസ്റ്റുകളിലും എൻക്രിഡ്ജ് താനും സംഘവും പീഡനത്തിനും മാനസിക യുദ്ധത്തിനും വിധേയരായിരുന്നു എന്ന് ആരോപിക്കുന്നുണ്ട്. അടുത്തത് MIT-യുടെ പ്ലാസ്മ സയൻസ് ആൻഡ് ഫ്യൂഷൻ സെന്ററിന്റെ ഡയറക്ടറും ന്യൂക്ലിയർ ഫ്യൂഷനിലും മാഗ്നറ്റിക് റീകണക്ഷനിലും ലോക പ്രശസ്ത വിദഗ്ധനുമായ ന്യൂനോ ലൂറിറോ കഴിഞ്ഞ വർഷം ഡിസംബറിൽ മസാച്യുസെറ്റ്സിലെ ബ്രൂക്ക് ലൈനിലെ തൻ്റെ വീട്ടിൽ വെച്ച് മാരകമായി വെടിയേറ്റ് മരിച്ചു. മുഖ്യപ്രതിയായ ക്ലോഡിയോ മാനുവൽ നെവസ് വാലന്റെ 3 ദിവസത്തിന് ശേഷം ന്യൂ ഹാംഷെയറിൽ സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. കേസ് വളരെയധികം സംശയാസ്പദമാക്കി. അതുപോലെ ഉന്നത നിലവാരമുള്ള ബഹിരാകാശ ആണവ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന മറ്റ് നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞർ സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയോ അപ്രത്യക്ഷരാവുകയോ ചെയ്തിട്ടുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഗണ്യമായിരിക്കാം. ഉന്നത നിലവാരമുള്ള ദേശീയ സുരക്ഷാ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന 1 ഡസനോളം US ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന ആശങ്ക പോലും US ദേശീയ സുരക്ഷാ സംവിധാനത്തിൻ്റെ കാതലായ ഭാഗത്തെ തന്നെ ബാധിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യത്തിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ മനസ്സുകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 3ാം ലോക രാജ്യങ്ങളിലെ ശാസ്ത്ര സമൂഹത്തിൻ്റെ വിധി
ഊഹിക്കാവുന്നതേയുള്ളൂ. കൂടാതെ ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ പതിറ്റാണ്ടുകളുടെ അറിയപ്പെടുന്നതും പരസ്യവുമായ തന്ത്രത്തിന് ശേഷം സെൻസിറ്റീവ് സുരക്ഷാ പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സമൂഹം ഭൗമരാഷ്ട്രീയ കളികളിൽ ന്യായമായ ഒരു കളിയായി മാറിയിട്ടുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വിമർശനാത്മക മനസ്സുകളെ ഇല്ലാതാക്കുന്നതിനായി ചൈന, റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ തുടങ്ങിയ ഏതെങ്കിലും അമേരിക്കൻ ശത്രു രാജ്യം വിപുലമായ ലക്ഷ്യബോധമുള്ള കൊലപാതക പ്രചാരണം നടത്തുന്നുണ്ടോ? കേസുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പൂർണ്ണമായും സാധ്യമാണ്. എന്നിരുന്നാലും ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ എന്ന വെറും സംശയം പോലും സമഗ്രവും സുതാര്യവുമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ കേസ് ശാസ്ത്ര സമൂഹത്തിൽ ആഴത്തിലുള്ള മാനസിക ഭയമാണ് ചെലുത്തുന്നത്. അതിനാൽ തന്നെ അമേരിക്കയെ സംബന്ധിച്ചും ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ്. ഇറാൻ തന്നെയാണോ ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അമേരിക്കൻ ശത്രു രാജ്യങ്ങളാണോ എന്നുള്ള ആശങ്കയും ചോദ്യവുമാണ് ഇപ്പോൾ ഉയരുന്നത്.